ഇന്നലെ ഞാൻ ഓൾമോസ്റ്റ് ലാബ് കത്തിച്ച്. ഇങ്ങനെയത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ലേസർ റിലേറ്റഡ് സംഭവങ്ങളിലാണ്. അന്നേരം വെയിറ്റ്, ലേസർ പോണ്ടത് ഈ മിററിൽ നിന്ന് ഈ ഒരു ഹോളിലേക്കാണ്. അപ്പോൾ ഞാനിതിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹൈറ്റ് കുറച്ച് ഡിഫറൻസ് വന്നു. അപ്പോൾ ഇത് വന്നിട്ട് ഈ ലേസർ വന്നിട്ട് ഇവിടെ ഹിറ്റ് ചെയ്തു. ഇവിടെ ഹിറ്റ് ചെയ്തപ്പോൾ എന്താ, ഇതൊരു പ്ലാസ്റ്റിക്കാണ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ബേണിങ്. അപ്പോൾ എന്തോ ഒരു വൃത്തികെട്ട മണം വന്നപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് പിന്നെ അപ്പം തന്നെ പോയിട്ട് ഞാൻ ലേസർ ഓഫ് ചെയ്തു. അപ്പം നിങ്ങൾ ചോദിക്കും, എൻ്റെ ഈ കണ്ണ് കണ്ടുകൂടെയെന്ന്. കാണാൻ പറ്റൂല. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴത്തെ ലേസർ വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാരണം ഇത് ഇൻഫ്രാറെഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാർഡ് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ടോ, നമുക്ക് കാണാൻ പറ്റില്ല ഇത്. പിന്നെ വേറൊരു കുട്ടി വേറൊരു ലാബിൽ പേപ്പർ എന്തോ അലൈൻമെൻറ്റിന് യൂസ് ചെയ്തിട്ട് പേപ്പറൊക്കെ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അതൊരു മറ്റേ ഇതില്ലേ, ക്രെഡിറ്റ് കാർഡില്ലേ, അതുപോലത്തെ ഒരു കാർഡാണ്. പിന്നെ വേറൊരു സംഭവം ഞാൻ മനസ്സിലാക്കാം. ഇത് കണ്ടോ, ഇതാണ് ചോപ്പർ. ഇതിപ്പോൾ ഇങ്ങനെയല്ലേ മൂവ് ചെയ്യുന്നത്, പക്ഷേ ഇതിങ്ങനെയല്ല മൂവ് ചെയ്യുക. ഇത് വളരെ ഹൈ സ്പീഡിലാണ് മൂവ് ചെയ്യുക. സോ ഇത്രയും കുഞ്ഞ് സെറ്റപ്പിൽ ഞാൻ അവിടെ എങ്ങാനും പോയി കൈ വെച്ചാൽ തീർന്ന് ഫുൾ ബ്ലഡ് മയമായിരിക്കും. എൻ്റെ കൊളാബറേറ്ററിനെ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരിയുടെ പ്രൊഫസറിനെ പുള്ളിക്കാരി ഓൾമോസ്റ്റ് കൊന്നു. ഇതുപോലെ ചോപ്പർ പെട്ടെന്ന് ഓണായിട്ട് കൈ അവിടെ പോയി വെച്ച് ഫുൾ ലാബിൽ ബ്ലഡ് ആയിരുന്നു. സോ ഗൈസ്, ഇറ്റ്സ് വെരി റിസ്കി. നിങ്ങളിങ്ങനെ പറയരുത്, എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നാൽ പോരേ, സുഖമല്ലേ? സുഖത്തല്ല, നല്ല റിസ്ക്കാണ്. ആ ലേസർ എങ്ങാനും വന്ന് കണ്ണിലടിച്ച ഹോൾസ് വരും, തീർന്ന്. പിന്നെ ഒന്നും നോക്കണ്ട, ഹൈ പവറാണ്. പിന്നെ സെക്കൻഡ് തിങ്, നമ്മളിത് ഇതുപോലത്തെ എന്തെങ്കിലും റിഫ്ലക്റ്റ് സർഫസ് ഇട്ടോട്ട് ചെയ്താൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് ആരുടെങ്കിലും കണ്ണിലും പോവാം, നമ്മുടെ കണ്ണിലും പോവാം. വെരി റിസ്കി. പിന്നെ എൻ്റെ ഇപ്പം നമ്മളിതൊക്കെ സൂക്ഷിച്ച് ചെയ്തു എന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഓർക്കാണ്ട് ഇതുപോലത്തെ വാച്ചോ വല്ല മാലയോ മെറ്റലോ എന്തെങ്കിലും ഇട്ടുകൊണ്ട് വന്നിട്ട് അതിലൂടെ പോയാൽ മതി, ഈ ലേസർ പാത്തിലൂടെ. തീർന്ന്, ഒന്നും നോക്കണ്ട. ശുഭം. എനിക്ക് പറയാനുള്ളത് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്താണ്, നിനക്കെന്താ പഠിച്ചാൽ പോരെ, സുഖമല്ലേ, ജോലി ചെയ്യണ്ടല്ലോ എന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും റിസ്ക് എടുത്ത് ജീവൻ മരണ പോരാട്ടത്തിലാണ് ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. അതും എന്നെ സംബന്ധിച്ച് എനിക്ക് പിന്നെ തീരെ ബോധവും കൂടി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ജീവനോടെ ഉണ്ടായാൽ മതി. ഞാൻ പിന്നെ ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മുന്നേ ഞാനൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബാച്ചിലേഴ്സിലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെ കൂടെ തന്നെ ആൾക്കാർ നിൽക്കും. പിന്നെ അത്ര ഹൈ പവറിലുള്ള ലേസേഴ്സൊന്നും നമുക്ക് തരത്തില്ല വർക്ക് ചെയ്യാൻ. ഇപ്പം നമ്മളായി, നമ്മുടെ പാടായി, നമ്മൾ തന്നെ നോക്കുക ചെയ്യുക.